നമ്മളുള്ളത് കടുപ്പശ്ശേരി ഇടവകയിലെ ബിജു ചേട്ടൻ്റെ പഴയാറ്റി ബിജു ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്കും ജിഷ ചേച്ചിക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫാമിലിയാണിത്, ബിജു ചേട്ടൻ്റെ ഫാമിലി. അപ്പോൾ നമുക്ക് അവരെല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിജു ചേട്ടൻ, ബിജു ചേട്ടൻ്റെ ഭാര്യ സീന ചേച്ചി. ഇത് ബിജു ചേട്ടൻ്റെ അനിയനാണ് കേട്ടോ, സിജു ചേട്ടൻ. അപ്പോൾ ഇവർ ഫാമിലി എല്ലാവരും പുറത്താണ്, നമുക്ക് റോമിലാണ് ഇവർ സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നമുക്ക് പെരുന്നാൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മുടെ ബ്ലെസ്സിയാണ്, ഇവരുടെ മൂത്ത മകളാണ് ബ്ലെസ്സി. പിന്നെ നമുക്ക് ബെക്സിയാണ് രണ്ടാമത്തെ മോള്. പിന്നെ ഒരു കുഞ്ഞു വാവയുണ്ട് ബിയ. ബിജു ചേട്ടനും ഫാമിലിയും എല്ലാ വർഷവും നമ്മുടെ പെരുന്നാളിൻ്റെ സമയത്ത് നാട്ടിലെത്താറുണ്ട്. കാരണം നമുക്കറിയാം തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഭാഗത്ത് പിണ്ടി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെയാണ് നമുക്ക് പിണ്ടി പെരുന്നാളും അല്ലേ. അപ്പോൾ ഈ പിണ്ടി പെരുന്നാളിലും ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഏറ്റവും ഭംഗിയായിട്ട് ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ലൈറ്റ് ഡെക്കറേഷനൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. അപ്പോൾ ഈ ഫാമിലി, നമ്മുടെ ബിജുചേട്ടൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്. പിണ്ടി ഡെക്കറേഷനിൽ ഏറ്റവും നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു നല്ലൊരു പിണ്ടി ഇവിടെ ചെയ്യാനായിട്ട് അവർ തയ്യാറായത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പിണ്ടി നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ യൂട്ടൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ജനുവരി മാസമാണ്, നമുക്കറിയാം പിണ്ടി പെരുന്നാളുകൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ജനുവരി മാസത്തിലാണ്. അപ്പോൾ നിങ്ങളിൽ കുറേ പേരെങ്കിലും പിണ്ടിയുടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഡിസൈൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കൊടിയൊക്കെ വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തൊരു ഫ്ലവർ വേസ് മോഡലാണ്, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഫ്ലവർ വേസ് മോഡൽ തന്നെയാണ്. ഇത് വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ പിണ്ടിയുടെ ഹൈറ്റ് ഒന്നും കറക്റ്റ് കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മൾ ഈ കുത്തിയിരിക്കുന്ന വേസിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ അളവൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ഇപ്പോൾ ഈ പിണ്ടിയുടെ ഹൈറ്റ് വരുന്നത് 6 അടിയാണ്. 6 അടി ഹൈറ്റുള്ള പിണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ ടൈൽ ഉള്ള ഒരു നിലത്താണ് നമ്മളിത് കുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 1/2 അടി ഭാഗം നമ്മൾ ഇതിൻ്റെ മണ്ണിലാണ്, മണ്ണിൽ അടിയിൽ നമ്മൾ കമ്പി വെച്ചിട്ട് ഈ പിണ്ടി അതിലിറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 5.5 അടിയാണ് നമ്മളിത് പുറത്തേക്ക് കാണുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിന് ശേഷം ഇവിടെ ഫ്ലീറ്റ്സ് കുത്തിയിട്ടുണ്ട്. 81 ഫ്ലീറ്റ്സാണ് നമ്മളിവിടെ ഈ വേസിൻ്റെ ഭാഗം കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം 50 സെൻറ്റിമീറ്ററാണ് ഈ കൊടി കുത്താനുള്ള ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ 50 സെൻറ്റിമീറ്റർ ഈ ഹൈറ്റിലാണ് നമ്മൾ അതിൻ്റെ കൊടികൾ കുത്തി കൊടുക്കുന്നത്. 100ഓളം കൊടികളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കി നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കടുപ്പശ്ശേരി സെൻറ്ററിൽ, കടുപ്പശ്ശേരി ഇടവകയിൽ നമുക്ക് പഴയാറ്റിൽ ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് ഈ ഒരു പിണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ജിഷ ചേച്ചി തന്നെയാണ് ഈ പിണ്ടിയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജിഷ ചേച്ചിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജിഷ ചേച്ചി. ഫ്ലവർ വേസ് മോഡല് ഫ്രോക്ക് നമ്മൾ അംബർല ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജിഷ ചേച്ചിയുടെ ഐഡിയയാണ് കേട്ടോ. അപ്പോൾ ജിഷ ചേച്ചി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നല്ല ഭംഗിയിൽ നല്ല പെർഫെക്ഷനിൽ പിണ്ടി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ജിഷ ചേച്ചിനെ പരിചയപ്പെടുത്തുന്ന കുറേ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കുന്ന, ചേച്ചിയോട് പറയാറുണ്ട് ഞങ്ങൾ ചേച്ചിനെ പരിചയപ്പെടുത്തട്ടെ. അപ്പോൾ ചേച്ചി ആദ്യമൊന്നും സമ്മതിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പിടിച്ച് നിർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണിച്ചു തരാം. അളവുകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ബേസിൻ്റെ 81 ഫ്ലീറ്റ്സ് ഇങ്ങനെ പിണ്ടിയിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ ഈ ഫ്ലീറ്റ്സ് ഒട്ടിച്ച് കൊടുക്കുക. ഇതിങ്ങനെ താഴെ അറ്റത്ത് വരേക്കും നമ്മൾ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 100 പൂക്കളാണ്, 100 കൊടികളാണ് നമ്മൾ ഈ പോർഷനിൽ കുത്തി കൊടുക്കേണ്ടത്. ഇനി എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിലും പെരുന്നാൾക്ക് നിങ്ങൾ നന്നായി പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ വീട് എവിടെയാണ്, എന്നാണ് പെരുന്നാൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പിണ്ടിയും നമുക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്താവുന്നതാണ്.